സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന പ്രതിപക്ഷത്തിന്റെ തീരുമാനം നിലപാടാണ് ഇന്നാദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം 8-ന് ഡൽഹി ജന്തർ മന്ദറിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത്. അത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ്. എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രതിഷേധ സമരം നടത്താനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കളോടടക്കം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണ്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം സമരത്തിനിറങ്ങുന്നത് അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് UDF-നകത്ത് ഘടകകക്ഷികളൊക്കെ വിലയിരുത്തുന്നത്. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ ഈ നിലപാട് അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദൗസർ, UDF എടുത്തിരിക്കുന്ന, അന്തിമമായി അറിയിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു തീരുമാനം അതൊരു തിരിച്ചടിയാകുമോ അതോ അത് ഗുണം ചെയ്യുമോ UDF-ന്? അല്ല, UDF അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണല്ലോ. UDF കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷി മുന്നണിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന എന്താണ്, അതിശക്തമായ സമരവും സംസ്ഥാന സർക്കാരിനെതിരെ UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ സമരത്തെ കൈകാര്യം ചെയ്യുന്ന നില വിട്ട് വലിയ രീതിയിൽ സർക്കാർ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട UDF-ലെ പ്രധാന ഘടകകക്ഷിയുടെ യുവജന നേതാവ് ജയിലിലാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഡൽഹി പോയി സമരം ചെയ്യാം എന്ന് പറയുമ്പോൾ ആളുകൾ തന്നെയും അതിനെ അത്ര എളുപ്പം ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് UDF ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നില്ല, കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് UDF തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ വലിയ രീതിയിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഈ സമരം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ പലവട്ടം ചർച്ച ചെയ്തതാണ്. സംസ്ഥാന സർക്കാരുകളെ ദുർബലമാക്കുന്നതും വിട്ട് സംസ്ഥാനങ്ങളെ തന്നെ ഇല്ലാതാക്കുക എന്ന നിലയിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ, അതിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ നശിപ്പിക്കുന്ന, രാജ്യം മൊത്തത്തിൽ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്ന തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അത് കേരളത്തോട് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളോടും അങ്ങനെയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് സവിശേഷമായിട്ട് അങ്ങനെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് വളരെ അധികമാണ്. ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇത് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്, കോൺഗ്രസ് മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ അതിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ LDF-നോടൊപ്പം ചേർന്ന് ഡൽഹിയിലൊരു സമരം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ആ നിലപാടിനെ സാധൂകരിക്കുവാൻ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള, കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാന വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടുള്ള അവരുടെ ശബ്ദം അവർ ഉച്ചത്തിൽ, ഒരുപക്ഷെ LDF പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ അവർ ഉയർത്തേണ്ടി വരും. അങ്ങനെ ഉയർത്താതിരിക്കുമ്പം അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംശയം വരും. ഇത് നമ്മൾ കാണേണ്ട കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ആയിരുന്നില്ല നടക്കേണ്ടിയിരുന്നത്. കുറച്ചും ഇപ്പം പ്രതിപക്ഷത്തെ കൂടെ ചേർത്തിട്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സംസ്ഥാന സർക്കാർ വേറെ ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാതെ ആത്മാർത്ഥമായി ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇവിടെയുള്ള എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്ന് സമരം ചെയ്യണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവർ ഇതിൽ പണിയെടുക്കണമായിരുന്നു ഞാൻ പറയാം. അതിനെപ്പറ്റി ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇപ്പോൾ വലിയ രീതിയിൽ സമരവും ലാത്തിച്ചാർജും അടിയും പിടിയും അറസ്റ്റും ജയിൽവാസവും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ ഇത് സാധിക്കില്ല എന്നുള്ള ലളിതമായുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിനെ പറ്റി ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഭരണകക്ഷി എന്നുള്ള നിലക്ക് LDF-നുണ്ടായത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു ഞാൻ പറയാം. ഈ നിലക്ക് ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ, വിവിധ സംസ്ഥാന സർക്കാരുകളെ മൊത്തത്തിൽ കൂട്ടിയോജിപ്പിച്ചുള്ള സമരത്തെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ്. അങ്ങനെ 2018 തോമസ് ഐസക്ക് ആണ് അതിന് മുൻകൈ എടുത്തത്. ദക്ഷിണേന്ത്യയിലെ ധനമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് അദ്ദേഹം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു വിഷയം. ഈ 15-ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എക്കണോമിയെ തകർത്ത് തരിപ്പണമാക്കും, അത് ഉറപ്പാണ്. ആ വിഷയത്തെ മുൻനിർത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സമ്മേളനം അപൂർവമായിട്ടുള്ള സംഭവമാണ്. ഒരു പ്രത്യേക ജിയോഗ്രഫിയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഒത്തുചേരുക എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത്? ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്
ചെറിയ കളിയല്ല, ചെറിയ കാര്യമല്ല. ഈ പറയുന്ന ഈ കേന്ദ്രത്തിൻ്റെ ഈ നയത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒന്നിച്ചു ചേർത്തിട്ടുള്ള സമരമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം നമുക്കൊരു ദേശീയ പതാകയുണ്ട്. അതേപോലെ ഓരോ സംസ്ഥാനത്തിനും ഒരു സംസ്ഥാന പതാക ഉണ്ടാക്കാൻ അനുവദിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടനയും നിയമവും. ആകെ ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഇതിനേക്കാൾ ദേശീയ പതാകയേക്കാൾ പ്രോമിനൻസ് അതിന് കൊടുക്കരുത് എന്നുള്ളൂ. അപ്പോൾ നാഷണൽ ഫ്ലാഗ് കോഡിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സംസ്ഥാന പതാക കെട്ടുമ്പോൾ ദേശീയ പതാക കെട്ടി അതേ തൂണിൽ അതിന് സുപ്പീരിയറായിട്ട് കെട്ടരുത്, അതിന് മുകളിൽ കെട്ടരുത്. വേറെ പോളിൽ വേണേൽ കെട്ടാം, അതേ ഉയരത്തിൽ വേറെ തൂണിൽ കെട്ടാം. സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായ പതാക വരെ അനുവദിക്കുന്ന ഭരണഘടനയാണ്, അല്ലെങ്കിൽ നിയമമാണ് നമ്മുടെ നാട്ടിലേത്. അപ്പോൾ അതെന്താണ് നമ്മളോട് പറയുന്നത്? സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ളൊരു യൂണിറ്റാണ്, പൊളിറ്റിക്കൽ യൂണിറ്റാണെന്നുള്ളതാണ്. അവിടെയാണ് ഈ നിലക്ക് സംസ്ഥാനങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സാധാരണ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവാരത്തിലേക്ക് സംസ്ഥാനങ്ങളെ മാറ്റുന്ന തരത്തിലുള്ള നടപടികൾ യാതൊരുവിധ നിയമ ഭേദഗതിയോ ഭരണഘടനാ ഭേദഗതിയോ ഇല്ലാതെ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലൂടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള മുഴുവൻ സംസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുള്ള സമരമാണ് വേണ്ടത്. ഓരോ സംസ്ഥാനത്തെയും അതാത് സംസ്ഥാനങ്ങളുടെ ഭാവിയിൽ താല്പര്യമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുള്ള സമരമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ഒരു വിശാലമായ സമരത്തിലേക്ക് പ്രതിപക്ഷം മൊത്തം ഒത്തുചേരുക, ഒന്നിച്ചണിനിരക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. യെസ് നിഷാദ്, ദേശീയ തലത്തിൽ BJP ആണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു. നടത്താൻ പോകുന്ന ഈ സമരം വലിയ ദേശീയ ശ്രദ്ധ നേടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിന്ന് പങ്കെടുക്കേണ്ട എന്ന് കോൺഗ്രസ് എടുക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കില്ലേ ജനങ്ങൾക്ക്? അല്ല, ആശയക്കുഴപ്പമെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. നോക്കൂ ദിവ്യ, ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വലിയ ക്യാമ്പയിനും സമരവും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലവർ പറയുന്ന പ്രധാന സംഗതി ഈ സർക്കാരിൻ്റെ ഭരണം സമ്പൂർണ്ണമായും പരാജയമാണ്, അടിസ്ഥാന വർഗ്ഗക്കാർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, സർക്കാരിൻ്റെ ധൂർത്താണെന്നെല്ലാം കാരണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ഷേമ പെൻഷൻ അടക്കം സകലതും മുടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം പിണറായി വിജയന് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത് ഈ പ്രതിസന്ധിയുടെ മുഴുവൻ കാരണം കേന്ദ്ര സർക്കാർ എയ്ഡ് തരാത്തതാണ്, കടമെടുപ്പ് വരുത്തി കുറച്ചതാണ്, നമുക്ക് പോയി സമരം ചെയ്യാം. ആ സമരത്തിൻ്റെ കൂടെ പോവുക എന്ന് വെച്ചാൽ ഇവിടെ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്നതായി പോകുന്നത്. എന്ന് വെച്ചാൽ സത്യത്തിൽ പിണറായി വിജയൻ്റെ പിടിപ്പുകേടുകൊണ്ടൊന്നുമല്ല, മോദി പൈസ തരാത്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന ലെഫ്റ്റിൻ്റെ വാദത്തെ അംഗീകരിച്ച് അവരുടെ കൂടെ പോയി സമരം ചെയ്യലാവും. അതാണ് ഇവർക്ക് അതിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിലൊന്ന്. അപ്പോൾ ഇവിടെ പിണറായി വിജയനാണ് സർവ്വ ദുരിതങ്ങളുടെയും കാരണമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല മോദിയാണെന്ന് പറയാൻ പിണറായി വിജയൻ അതിനോട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സങ്കീർണതയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതിന് അവരെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക്, ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് അവരെ പഴി പറയാൻ കഴിയില്ല. അവരുടെ സ്ട്രാറ്റജി അതാണ്. അവൻ നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ അവർ പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണ്? സംസ്ഥാനങ്ങളോട് വിവേചന സമീപനം സ്വീകരിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ഇതുപോലെ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, വളരെ ഓപ്പൺ പ്രൊട്ടസ്റ്റിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് വലിയ ഭിന്നത രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരുമായി ഇത്രയും വലിയ തർക്കവിതർക്കങ്ങളിലേക്ക് പോകുന്നത് കണ്ടത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പ്രസംഗിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സംസ്ഥാനം ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ല എന്ന് വിചാരിക്കുന്നു BJPയും കേന്ദ്ര നേതൃത്വവും. നിങ്ങളെ ഇവർ വിഭജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ്, വിഭജന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി. സെയിം തിങ് ആണ് ഇതിനകത്തുള്ള ഒരു കാര്യം. രാഷ്ട്രീയമായി സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നു, അവർക്ക് അഭിമാനക്ഷത ഏൽപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഒരു സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് എന്തു ചെയ്യുന്നു എന്നത് ഓഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു സമീപനം എടുക്കുക, മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരേ സമയം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനെതിരായിട്ടുള്ള കുന്തമനുകൾ തിരിച്ചു വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി എടുക്കണം. അല്ലാതെ CPM-നെ മാത്രം പറയുക, ലെഫ്റ്റിനെ മാത്രം പറയുക എന്നത് ഒരു മണ്ടൻ സ്ട്രാറ്റജി ആയിരിക്കും. കാരണം അത് K. സുരേന്ദ്രനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേ സംഗതി കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കിടയിൽ വ്യത്യാസമില്ല എന്നുള്ള നില വരും. സോ അതുകൊണ്ട് ഞങ്ങൾ ഒരേ സമയം BJPയുടെ ഈ ഏകാധിപത്യ സമഗ്രാധിപത്യ സിദ്ധാന്തത്തെ എതിർക്കുന്നു, ഒപ്പം
സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ അച്ചടക്കത്തോടെ അല്ല പിണറായി വിജയൻ ഭരണകൂടം പോകുന്നത്. അത് അവർ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അത് സ്ഥാപിക്കാൻ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സമീപകാലത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന നടപടികൾ പലതും ഒരു പ്രയാസകാലത്ത് എടുക്കേണ്ട സാമ്പത്തിക അച്ചടക്കം കീപ്പ് ചെയ്യുന്നില്ല എന്നത് അവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അത് രണ്ടും എങ്ങനെ ഫലപ്രദമായി പറയുക എന്നത് പ്രധാന കാര്യമാണ്. പിന്നെ ദാവൂസ് നേരത്തെ പറഞ്ഞാൽ എന്തുമാത്രം ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് ഇത്ര ഒരു സമരത്തിലേക്ക് പോകുന്നത്, എന്തുമാത്രം ഇത് ടൈംലിയാണ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്ര വർഷമായി? ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പ്രയാസപ്പെടുത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ മാത്രമാണ് ഒരു തുറന്ന സമരത്തിലേക്ക് പോകാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഇതിന് മുമ്പെല്ലാം കോംപ്രമൈസ് മൂടെടുത്തു എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1, 2, 3 മാസമേ ഉള്ളൂ. 1 മാസം തന്നെ ഉണ്ടെന്നില്ല. കാരണം ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് തൊട്ടു മുൻപ് മാത്രം ഒരു സമരം, ഒരു ഓപ്പൺ സമരം എടുക്കുക എന്തിനാ അത്രയും വൈകിയത്? അതായത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയമാണ്, കേരളത്തോട് വിവേചനമാണ്, കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നു? ഇല്ല. അപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു പരിതസ്ഥിതിയിൽ, ഇപ്പോൾ കുറച്ചുകൂടി കലങ്ങി മറിഞ്ഞ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിനിടയ്ക്ക് ഈ സമരം ആസൂത്രണം ചെയ്യുക, അത് ആ നിലയ്ക്ക് ശരിയാവണ്ണം എല്ലാവരെയും കൂട്ടി നടപ്പിലാക്കുക എന്നുള്ള പാടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് പങ്കാളിലാവാൻ കഴിയില്ല. കുറച്ചുകൂടി മുമ്പേ തന്നെ ഈ സമരം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പ്രതിപക്ഷ കക്ഷികളെ കിട്ടിയേനെ, കുറച്ചുകൂടി ജെനുവിനിറ്റി അതിനകത്ത്, ഇത് ജെനുവിൻ അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടൊന്നും അല്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ കുറച്ചുകൂടി അവർക്ക് കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി പ്രധാനമന്ത്രിയെ കാണുക, അപേക്ഷിക്കുക, സംസാരിച്ച് സന്ധ്യ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം ഗവർണർ ഉടക്കിയാലും ഗവർണറോട് ഇല്ല, അങ്ങ് തന്നെ ചാൻസലർ സ്ഥാനത്ത് ഇരുന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുക. ആ ലൈനിനൊക്കെ മുമ്പ് തന്നെ കുറച്ചുകൂടി വേണമെങ്കിൽ അവർക്ക് നിലപാട് പ്രഖ്യാപിക്കാറുണ്ട്. കാരണം സന്ധി കൊണ്ടൊന്നും RSS ആണ് അപ്പുറത്ത്, RSSനോട് സന്ധി സംഭാഷണം കൊണ്ടൊന്നും കാര്യമില്ല. അവർ തീരുമാനിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ എടുത്തില്ല. ഇതിപ്പോൾ കാര്യങ്ങളാകെ വഷളായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ സമയം കാണുന്നത് എന്ന പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് UDFനെ സംബന്ധിച്ച് എന്തായാലും ഈ സമരത്തിൻ്റെ ഭാഗം കഴിയില്ല. അതിന് പലതരം കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിനകത്ത് കിടക്കാണ്, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ പേരിലുള്ള വലിയ തല്ലും ബഹളം നടക്കുന്ന ഒരു വശത്ത് സർക്കാരിനെതിരെ വലിയ സമരത്തിലാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി ആരെന്ന കാര്യത്തിൽ ഇവർക്ക് ഇതിൽ തർക്കമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ ആ ട്രാപ്പിൽ ചെന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ വിളിക്കുന്നതും ആ കാര്യത്തിനാണ് കേട്ടോ. വന്നാൽ ഞങ്ങൾ പറയുന്നതിന് ഇത് അവർ സാധൂകരിക്കുന്നു, വന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്കെതിരെ ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിട്ട് അതിൽ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും വന്നില്ല എന്നവർ പ്രസംഗിക്കും. ഉറപ്പായിട്ടും അത് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനെ എന്തുമാത്രം വിജയകരമായി മറികടക്കാൻ തക്കവണ്ണമുള്ള ആയുധങ്ങൾ പങ്കെടുക്കാത്തതിനെ BJP വിമർശിക്കുകയും ചെയ്യും. യെസ്. അപ്പോൾ ഇത് എങ്ങനെ തന്ത്രപരമായി ഇനി വരാൻ പോകുന്ന അതാണ്. BJP-എതിരായിട്ടുള്ള, മോദിക്കെതിരായിട്ടുള്ള സമരത്തിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയില്ല. അതിനെ എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ട് മറികടക്കുന്നു? ഞങ്ങൾ ഒരേപോലെ BJP-ക്കും CPM-നെതിരാണെന്നുള്ളത് എന്ന് മാത്രം വൃത്തിയായി പറയുന്നുള്ളത് ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആയുധം വർക്കാവുന്നത്. യെസ്, എന്തായാലും ആ തീരുമാനം രാഷ്ട്രീയ വിമർശകർ ചോദ്യം ചെയ്യുമെന്നത് ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് ജനങ്ങളെ തീർച്ചയായും UDF ബോധ്യപ്പെടുത്തേണ്ടി വരും.